ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും ഇക്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൂറത്തു അബസിലെ 12 മുതൽ 26 വരെയുള്ള ആയത്തുകളും അതിൻ്റെ നിയമങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീ സുഹുഫിൻ മുകറമ. في صحف مكرمة. في صحف مكرمة. في صحف مكرمة. തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പം നമ്മൾ മണിക്കലോട് കൂടി തന്നെ ഇതിലേക്ക് ഇദ്ഗാം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫീ സുഹുഫിൻ മുകറമ. في صحف مكرمة. مرفوعة مطهرة. مرفوعة مطهرة. ഇവിടെ അതുപോലെ തന്നെയാണ് തൻവീനു ശേഷം മീമ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇദ്ഗാം ബിഗുന്നയാണ്. മണിക്കലോട് കൂടി ഇതിലേക്ക് ഇദ്ഗാം ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഫസ്റ്റ് മീമിന് ശബ്ദ ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഓതുക വെച്ചാൽ ഇത് കൂട്ടി ഓതുകയാണെങ്കിൽ ഈ തൻവീനു ശേഷം ഈ മീമ് വന്നാൽ കൂട്ടി ഓതുമ്പോൾ അത് നമ്മൾ ഇദ്ഗാം ബിഗുന്ന ആക്കിയിട്ട് ഇവിടെ ഓതണം. നേരെ മറിച്ച് നമ്മളിവിടെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് ഓതുമ്പോൾ മർഫു ആന്ന് പറയണ്ട. അപ്പോൾ സാധാ പോലെ മീമ് ഉച്ചരിച്ചാൽ മതി. അപ്പോൾ കൂട്ടി ഓതുകയാണെങ്കിൽ മുകറമതിൻ മർഫൂഅതിൻ മുതഹ്ഹറ അങ്ങനെയാണ് നമ്മൾ ഓതുക. മുകറമതിൻ മർഫൂഅതിൻ മുതഹ്ഹറ. അങ്ങനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ അങ്ങനെ ഓതും. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓതുമ്പോൾ മർഫൂഅതിൻ മുതഹ്ഹറ. മർഫൂഅതിൻ മുതഹ്ഹറ. ബിഐദി സഫറ. ബിഐദി സഫറ. ബിഐദി സഫറ. ബിഐദി സഫറ. ഇവിടെ ലാസ്റ്റ് നമ്മൾ താ ആണല്ലേ. ഇവിടെയൊക്കെ നമ്മൾ താ കാണുന്നത്, പക്ഷെ ഹാത്താ. അപ്പോൾ ഈ ഹാത്താ ഉണ്ടാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഉച്ചരിക്കുക അതൊരു ഹാഇൻ്റെ ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ലാസ്റ്റ് ബിഐദി സഫറ. ലാസ്റ്റ് ഒരു കാറ്റ് നമ്മൾ ഹ എന്ന് പറയണ പോലെ വരണം. ബിഐദി സഫറ. ബിഐദി സഫറ. കിറാമിൻ ബററ. കിറാമിൻ ബററ. കിറാമിൻ ബററ. കിറാമിൻ ബററ. ഇവിടെ ഈ മീമിനെ നമ്മൾ ഈ ബായിലേക്ക് ചേർക്കല്ലേ. കിറാമിൻ ബററ. കിറാമിൻ ബററ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാനു നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം സീനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇഖ്ഫാ ചെയ്ത് കൊടുക്കണം. പിന്നെ മാ അക്ഫറ ഇവിടെ മദ് മുത്തസിലാണ്. മദ്ദിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ 7 ഹർക്കത്ത് വരെ നീട്ടാന്നുള്ളതാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഇൻസാനു മാ അക്ഫറ. ഇൻസാനു മാ അക്ഫറ. മിൻ ഐ ഷൈഇൻ ഖലഖഹ്. മിൻ ഐ ഷൈഇൻ ഖലഖഹ്. മിൻ ഐ ഷൈഇൻ ഖലഖഹ്. മിൻ ഐ ഷൈഇൻ ഖലഖഹ്. ഇവിടെ മിൻ ഐ ഷൈഇൻ അല്ലേ. തൻവീന് ശേഷം ഹാ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൽഹാറാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഷെയ്ഇൻ അങ്ങനെ പറഞ്ഞു. ഇവിടെ അങ്ങനെ പറയരുത്. ഇവിടെ നമ്മൾ വെളിവാക്കി ഇൽഹാർ പറഞ്ഞാലും വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ ഷെയ്ഇൻ ഖലഖ അങ്ങനെയാണ്. മിൻ ഐ ഷെയ്ഇൻ ഖലഖഹ്. മിൻ ഐ ഷൈഇൻ ഖലഖഹ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്. മിൻ നുത്ഫത്തിൻ. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്.
خلقه فقدر من نطفة خلقه فقدر من نطفة خلقه فقدر فقدر മിൻ നുത്ഫത്തിൻ സാക്കിനായ നൂനിന് ശേഷം നൂൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഇദ്ഗാം ബിഗുന്നേന് മണിക്കലോട് കൂടി തന്നെ ഇതിലേക്ക് ഇദ്ഗാം ചെയ്തു കൊടുക്കണം. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ من نطفة خلقه فقدر فقدر അപ്പോൾ ഇവിടെ ഫഖദ്ദറ ഒരു വാവ് കാണുന്നുണ്ടല്ലേ, ചെറിയ വാവ് കാണുന്നുണ്ട്. അത് നമ്മളിവിടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ എന്ത് ചെയ്യണം? ഫഖദ്ദറഹു സുമ്മ അങ്ങനെ വരും. അപ്പോൾ നമ്മളിവിടെ നിർത്തണോണ്ട് എന്ത് ചെയ്യണം? അത് ഫഖദ്ദറ എന്ന് പറഞ്ഞിട്ട് തന്നെ നിർത്തണം. സുമ്മ സബീല യസ്സറ ثم السبيل يسره സുമ്മ മീമിന് ശ്രദ്ധയുണ്ട്. സുമ്മ സബീല യസ്സറ ثم السبيل يسره സുമ്മ അമാതഹു ഫഅഖ്ബറഹ ثم أماته فأكبره സുമ്മ അമാതഹു ഫഅഖ്ബറഹ ثم أماته فأكبره ഖാഫാണ്, പുള്ളിയുള്ള ഖാഫാണ്. ഫഅഖ്ബറഹ സുമ്മ ഇദാ ശാഅ അൻശറഹ ثم إذا شاء മീമിന് ശ്രദ്ധയുണ്ട്. ثم إذا شاء أنشره ثم إذا شاء أنشره ثم إذا شاء أنشره ഷാഅ ഇവിടെ മദ് മുത്തസിലാണ്. മദ്ദിന് ശേഷം അംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 7 ഹർക്കത്ത് വരെ നീട്ടണം എന്ന് പറഞ്ഞു മദ് മുത്തസിലാണെങ്കിൽ. പിന്നെ അൻഷറ സാക്കിനായ നൂനിന് ശേഷം ഇവിടെ ഷീന് വന്നതുകൊണ്ട് ഇവിടെ ഇഖ്ഫാ അതായത് ഇതിലേക്ക് മണിച്ച് നമ്മൾ ഉച്ചരിക്കണം. സുമ്മ ഇദാ ശാഅ അൻശറ ثم إذا شاء أنشره ഷാഅ അൻഷറ 2 ഹംസാണ്. അപ്പോൾ ഷാഅ അൻഷറ ഓത്. ثم إذا شاء أنشره രണ്ടിനെയും മറച്ചു മണിക്കണം. ثم إذا شاء أنشره ثم إذا شاء أنشره كلا لما يقض ما أمره 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 ما أمره ما أمره ഇവിടെ മദ് മുത്തസിലാണ്. മദ്ദിന് ശേഷം ഹംസ വന്നതുകൊണ്ട് മാ അമറ ما أمره فلينظر الإنسان إلى طعامه فلينظر الإنسان إلى طعامه ഫല്യൻളുരി അപ്പോൾ സാക്കിനായ നൂന് ശേഷം വാ ഇല്ലേ, വാ വന്നതുകൊണ്ട് ഇവിടെയും ഇഖ്ഫാ ചെയ്യാണ് വേണ്ടത്. രണ്ടിനെയും മറച്ച് മണിക്കണം. ഫല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമിഹി فلينظر الإنسان إلى طعامه ഇവിടെ രണ്ടിടത്തും മണിക്കണം. ഫല്യൻളുരിൽ ഇൻസാനു ഇലാ തുആമിഹി فلينظر الإنسان إلى طعامه പിന്നെ ഇവിടെ മദ് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ മദ് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ കൂട്ടിയിട്ടാണ് ഓതുന്നതെങ്കിൽ, ഇപ്പോൾ ചെറിയ ആയത്തോളം നമ്മൾ കൂട്ടി ഇവിടെ ഓതുമ്പോൾ إلى طعامه أنا صببنا الماء
സ്വബ്ബ അങ്ങനെ നമ്മൾ ഓതും. പക്ഷെ നമ്മളിവിടെ അപ്പോൾ എത്താതെ നമ്മളെന്താ അവിടെ സ്റ്റോപ്പ് ഉണ്ടായി, ഇവിടെ ആയത്ത് എൻ്റെ ആണല്ലേ, അപ്പോൾ അവിടെ നിർത്തുമ്പോൾ നമ്മൾ ഇലാ തുആമി എന്നേ വെക്കുള്ളൂ. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ, أنا صببنا ശബ്ദമുണ്ട് ഇവിടെ. أنا صببنا الماء അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ, أنا صببنا الماء صبا. മാ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മദ് മുത്തസിലാണ്. അന്നാ സ്വബബ്നൽ മാഅ സ്വബ്ബ, أنا صببنا الماء صبا. ثم شققنا الأرض شقا ثم شققنا الأرض شقا ثم شققنا الأرض شقا. ഇവിടെ 3 കാഫ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിയുള്ള കാഫ് നല്ലോണം ശ്രദ്ധിക്കണം. അത് ഈ നാവിൻ്റെ മുരടും പിന്നെ നമ്മളെ മേലെ അണ്ണാക്കും ക ക അങ്ങനെ വരുന്ന അക്ഷരമാണ്. ثم شققنا الأرض شقا. ثم شققنا الأرض شقا. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നേരിട്ടുള്ള പരിഭാഷയാണിത്. ഈ ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അറിവിലുള്ള ഖുർആൻ പഠിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.